ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ് കേട്ടോ. ഒരു കല്യാണം ഉണ്ട്. ഇത് ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല, കുറച്ച് മുമ്പേ എടുത്തതാണ്. ജൂലൈ 17-നായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ 6:30-ക്കാണ് കേട്ടോ ട്രെയിനുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവാണ്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പീസ്. അതിലേക്ക് ഏകദേശം 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചൊരു 4-5 വിസിലങ്ങ് ഓഫാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഞാൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിടാറില്ല കേട്ടോ. ഉപ്പിടുമ്പം വേവാൻ ഇച്ചിരി താമസം എടുക്കും. പിന്നെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ശകല ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടങ്ങ് വഴറ്റിയെടുക്കാം. അതവിടെ ഇരുന്നാവട്ടെ. ആ സമയത്ത് തന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അധികമായി പോകരുത്. എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിന് ഒരു മീഡിയം സൈസ് തക്കാളി വേണം. അതുകൂടെ എടുത്ത് നമുക്ക് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതിൻ്റെ ആ റോ സ്മെല്ലങ്ങ് മാറുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഗ്രീൻ പീസ് വേവുന്ന സമയത്ത് ഇതും സൈഡിലങ്ങ് ആയിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിക്സിയിൽ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല. ഞാൻ ആ സമയത്ത് തന്നെ 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് ഫുള്ളങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇനി അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതോടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി. ഇനി നമുക്ക് അവസാനം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നിറച്ചും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അങ്ങ് ഓഫാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ആട്ടോ. അത് ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ആ സമയത്ത് ആ സൈഡിൽ നമ്മുടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പോകാൻ ട്രെയിനിന് സമയമായി. ഇനി ഒന്നിനും സമയമില്ല. ഞങ്ങളിനി പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ കാർ എടുത്തിട്ട് കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പോകാനാണ് പരിപാടി. അപ്പോൾ ശരിക്കും എല്ലാവരും പറയാറുണ്ട് കേട്ടോ, പല വ്ളോഗിലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ. ശരിക്കും എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ട്രെയിനിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ എനിക്ക് വയറെപ്പോഴും പ്രശ്നമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബ്രെഡും ജാമും ആയിട്ടെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് പോവുക ചെയ്യാറ്. പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും പീസ് കറിയൊക്കെ കഴിച്ചു, കോഫി വാങ്ങിച്ച് കുടിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് ഒരു ഊബർ വിളിച്ച് നേരെ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഗുരുവായൂരെത്തി. ഉച്ചയായപ്പോഴത്തേക്കും എത്തി കേട്ടോ ഗുരുവായൂർ. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഉത്സവം അപ്പാർട്ട്മെൻറ്റ് എന്നാണ് പേര്. അത്യാവശ്യം നല്ല അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ വലിയ ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാം. അപ്പം നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് അമ്പലത്തിലേക്കൊക്കെ വരേണ്ടതുകൊണ്ട് ഞങ്ങൾ തലേദിവസമേ വന്നതാണ്. ഗുരുവായൂർ വന്നിട്ട് കുറേ ആയി. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സമാധാനമാണ്. ശരിക്കും ഇപ്രാവശ്യം ഗുരുവായൂർ വന്ന സമയത്ത് ഗുരുവായൂർ അമ്പല നടയിൽ വന്ന സിനിമയാണ് ഓർമ്മ വന്നത്. ആ സിനിമയുടെ സെറ്റിൻ്റെ മുന്നിലൊരു ലേഡി വന്ന് പ്രാർത്ഥിക്കുന്ന റീലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ റീല്? അമ്പലം അന്ന് തെറ്റിദ്ധരിച്ച് നിന്ന് പ്രാർത്ഥിച്ചതാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള തിരക്കിൽ. രാവിലെ തന്നെ കേട്ടോ കല്യാണം. 8 മണിക്കാണ് കല്യാണം. ചിക്കു ഇതാ റെഡിയായി. അമ്പലത്തിൽ വെച്ചില്ല കല്യാണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റ് സാരിയാണ് കൊടുക്കുന്നത്. ചിക്കു ഹാഫ് സാരിയാണ് അതിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നടക്കാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊരു വണ്ടി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂവും തുളസിയും കൂടെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെക്കാൻ ഇഷ്ടമാണ് ആർക്കെങ്കിലും.
ശരിക്കും ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുള്ളൊരു കല്യാണം കൂടുന്നത്. നല്ല തിരക്കാണ്. ഒരു കല്യാണം കഴിഞ്ഞ് അടുത്ത കല്യാണം, അങ്ങനെ പെട്ടെന്ന് കയറി ഇറങ്ങുക, അത്രയും പെട്ടെന്ന് കഴിയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഹാളിൽ വെച്ചിട്ടൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സൈതറിൻ്റെ ഫ്രണ്ട് ഗോപകുമാറിൻ്റെയും രശ്മിയുടെയും മോളുടെ കല്യാണമാണ്. ഞങ്ങൾ നല്ല ഫാമിലി ഫ്രണ്ട്സാണ്. മുമ്പ് ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്ന സമയത്ത് ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റുകളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ട്വിൻസാണുള്ളത്. അതിൽ ഒരാളുടെ കല്യാണമാണത്. അപ്പോൾ ശരിക്കും ചിക്കു കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഇവർ ഒരുമിച്ചാണ്. ചേച്ചിമാർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചിക്കുവിനെ കഴിഞ്ഞ് 2 വയസ്സ് മൂത്തതാണ്. അവരും ഇങ്ങനെ എപ്പോഴും ചിക്കുവിനെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ചിക്കുവിൻ്റെയും ഈ ചേച്ചിമാരുടെയും ചെറുപ്പത്തിലുള്ള ഫോട്ടോസ്. എപ്പോഴും ഒരുമിച്ചാണ്, എപ്പോഴും കളിയാണ്, വഴക്ക് കൂടുകയേയില്ല. അവർ തമ്മിൽ വഴക്ക് കൂടും, പക്ഷെ ചിക്കുമായിട്ട് ഇവർ വഴക്ക് കൂടുകയില്ല. എപ്പോഴും ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുമായിരുന്നു. ക്വാർട്ടേഴ്സിൻ്റെ ഒന്നും ഡോറ് തുറന്നിടാൻ പറ്റില്ല. തുറന്നിട്ട് അപ്പം ഓടും അവൾ അടുത്ത ഫ്ലാറ്റിലേക്ക്. എന്നിട്ട് എപ്പോഴും ഈ 3 പേരും കൂടെ ഒരുമിച്ച് കളിയും ബഹളവും എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ അവർ വീട് വെച്ച് മാറി, ഞങ്ങളും വീട് വെച്ച് മാറി, അങ്ങനെ 2 സ്ഥലത്തായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ നല്ല കണക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിൽ വന്നപ്പോൾ ഇവിടെ ഹാളിൽ ഫങ്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ട്വിൻസിൽ 2ാമത്തെ ആൾ ഗോപിക. ഇപ്പോൾ കല്യാണം നടക്കുന്ന ആൾ ദേവികയാണ്. ദേവിക ഡോക്ടറാണ്. പയ്യൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിക്കു താലപ്പൊലിയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളുടെയൊക്കെ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചിക്കുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ പേരുടെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോഴും എനിക്ക് ആളല്ല, നമുക്ക് ഉള്ളിലൊരു ആദ്യം ഉണ്ടാവില്ലേ. ശരിക്കും കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപോലെ സന്തോഷവും സങ്കടവും ഉള്ള ഒരു സാധനമാണ്. മക്കൾ നമ്മളടുത്തുനിന്ന് പോകുന്ന ഒരു സങ്കടം, അതൊരു വല്ലാത്ത സങ്കടമല്ലേ. ഇത്രയും കാലം നമ്മളെ കൂടെ ഉണ്ടായിട്ട് നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വിഷമമാണ്. പിന്നെ അവർ നല്ലൊരു ലൈഫിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത് ഒരു സന്തോഷം. അങ്ങനെയാണ് ലൈഫ് എന്ന് പറഞ്ഞാലേ. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് കാലമാണ് നമ്മൾ പാരൻസിൻ്റെ കൂടെ നിൽക്കുന്നത്. 20, മാക്സിമം പോയാൽ 25, അത്ര വരെയൊക്കെയാണ് നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുഴുവനും നമ്മൾ വേറൊരാളുടെ കൂടെ വേറൊരു ലൈഫിലാണ്. ആ ഒരു ലൈഫിന് വേണ്ടിയിട്ട് ഈ പാരൻസ് കുട്ടികളെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വന്നതുപോലെ തോന്നും. ഏത് കല്യാണം കാണുമ്പോൾ ഞാൻ എൻ്റെ കല്യാണം ആലോചിക്കാറുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കരയേ ചേരുന്നത്, എന്നിട്ട് ഞാൻ കരയാതെയാണ് പോയത്. അതുപോലെ ആരെങ്കിലും ഉണ്ടോ കരയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കല്യാണം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ മോക്കെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് കല്യാണ പെണ്ണിൻ്റെ ചെറിയമ്മയാണ്. മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, സാരിയിലൊക്കെ. അപ്പോൾ ഇത് എനിക്ക് ബ്ലൗസ് കാണിച്ചു തരുമായിരുന്നു. ബ്ലൗസിൻ്റെ പുറകിലൊക്കെ തന്നെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഇവർ കല്യാണത്തിൻ്റെ തലേദിവസം ഇട്ടിരുന്ന സാരി കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തത് പ്രിയയാണ്. മ്യൂറൽ പ്രിയ എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ഇതുപോലെ സാരിയിൽ പെയിൻ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ കല്യാണത്തിന് എല്ലാവരും ഒന്നും അറിയില്ലല്ലോ, വളരെ കുറച്ച് പേരെ അറിയുന്നവരുള്ളൂ. പക്ഷെ ബാക്കി കുറേ പേര് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് പരിചയപ്പെട്ടു, ഫോട്ടോയൊക്കെ എടുത്തു. അതുപോലെ ഇന്നലെ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച് ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. അല്ലാതെ ചില വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് കമൻറ്റ് ഇട്ടു, ഞാൻ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു, അടുത്തോട്ട് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇതുപോലെ നമ്മളെ പരിചയമുള്ളവരൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരട്ടെ. ഈ ഫോട്ടോയിൽ കല്യാണപ്പെണ്ണ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഒരു രസം. ഇനി നേരെ തിരിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത ട്രെയിൻ പിടിക്കണം. ഉച്ചയ്ക്ക് ട്രെയിനുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.